ദേവസ്വം ബോർഡിന്റെ ശബരിമല സുരക്ഷയും അതുപോലെ തന്നെ അവിടുത്തെ ആചാരപരമായ അനുഷ്ഠാനങ്ങളിലും എല്ലാമുള്ള ശ്രദ്ധ, അതുപോലെ തന്നെ അയ്യപ്പന്റെ അതല്ലെങ്കിൽ ഏത് ക്ഷേത്രത്തിന്റെ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള വിവിധ ക്ഷേത്രങ്ങളുടെ സ്വത്തുക്കളുടെ സുരക്ഷ, ഇതെല്ലാം ഏറ്റവും അപകടത്തിലാണ് എന്നുള്ളത് കാണിക്കുന്ന ഒരു വലിയൊരു സംഭവമാണ്. ഒരിക്കലും അത് ഒരു ഭക്തനും അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള നടപടിയായിപ്പോയി ദേവസ്വം ബോർഡ് കാണിച്ചത്. കാരണം കോടതിയെ സംബന്ധിച്ചോളം നമുക്കറിയാം, പ്രത്യേകിച്ച് ശബരിമലയുടെ വിഷയത്തിൽ വളരെയധികം പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടാണ് കോടതി അവിടെ എന്തെല്ലാം കാര്യങ്ങൾ ഇത്തരത്തിൽ നടക്കുന്നുണ്ടോ അതിനൊക്കെ മുമ്പ് തന്നെ അനുവാദം വാങ്ങി അത് വേണ്ട തരത്തിൽ സുരക്ഷിതമായ രീതിയിൽ വേണം, അത് എന്തെങ്കിലും റിപ്പയർ ആണെങ്കിലും അല്ലെങ്കിൽ മാറ്റുന്നതാണെങ്കിലും ഒക്കെ ഒരു തീരുമാനം വളരെ മുമ്പ് തന്നെ ഉണ്ടായിട്ടുണ്ട്. അത് എല്ലാവർക്കും അറിവുള്ളതാണ്. അപ്പൊ അത്തരത്തിൽ പ്രത്യേകിച്ച് ഇത് സ്വർണം കൂടാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് നിസ്സാര കാര്യമല്ല. അത് ഞാൻ മനസ്സിലാക്കുന്നത് വളരെ നിരുത്തരവാദമായ രീതിയിൽ അവിടെ അഴിച്ചെടുത്ത് അതും ആരുടെയോ ചില ഉദ്യോഗസ്ഥന്മാരുടെ വണ്ടിയിൽ അത് കടത്തിക്കൊണ്ടുപോയി എന്നാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് മോഷണത്തിന് തുല്യമാണ്. ഇത് മോഷണത്തിന് കേസെടുക്കേണ്ട ഒരു വിഷയമാണിത്. അതല്ലാതെ വെറുതെ കൈകാര്യം ചെയ്യേണ്ടതല്ല. എന്തായാലും കോടതി അത് വേണ്ട തരത്തിൽ പരിഗണിച്ചു. അത് ഉടൻ തന്നെ തിരിച്ചു കൊണ്ടുവരണം എന്ന് പറയുന്നത് തന്നെ ഒരു ആശ്വാസമുണ്ട് ഭക്തന്. പക്ഷേ ഇത് അഴിച്ചുകൊണ്ട് പോയതിന് ശേഷം എന്താണ് സംഭവിച്ചത് എന്നുകൂടെ പരിശോധിക്കേണ്ടതായിട്ട് വരും. അതിലെന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ, ആര് കൊണ്ടുപോയി, എങ്ങനെ കൊണ്ടുപോയി, എവിടെയായിരുന്നു ഇത് ഇത്ര നേരം, ഇത്തരത്തിൽ കാര്യങ്ങളെല്ലാം കൂടെ അന്വേഷിക്കേണ്ടതായിട്ട് വരും. ഏതായാലും സാധനം തിരിച്ചു വന്നിട്ടായാലും ശരി അത്തരത്തിലുള്ള അന്വേഷണങ്ങൾ ഉണ്ടാവും എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുന്നത്. മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത്, ഈ ഇത്തരം സ്വർണ്ണ ഉരുപ്പടികളുടെ കാര്യത്തിലായാലും ശരി, അല്ലെ വിഗ്രഹത്തില് അല്ലെങ്കിൽ പൊതിഞ്ഞിരിക്കുന്ന പല സ്വർണ്ണപ്പാളികളും അവിടെ ഉണ്ട്. അപ്പൊ അത്തരത്തിൽ എന്തെങ്കിലും റിപ്പയർ ചെയ്യണമെങ്കിൽ തന്നെയും അത് സന്നിധാനത്ത് വെച്ച് തന്നെ ചെയ്യണമെന്ന് പ്രത്യേകം കോടതിയുടെ ഉത്തരവുണ്ട്, മുൻപ് തന്നെ ഉത്തരവുണ്ട്. അവിടെ വെച്ച് ചെയ്യുക മാത്രമല്ല, ഓരോ ദിവസവും അത് തൂക്കത്തിൽ നോക്കി രാവിലെ പണി തുടങ്ങി വൈകുന്നേരം തിരിച്ചു വെക്കുമ്പോൾ അതിന്റെ തൂക്കം ശ്രദ്ധിച്ച് അതിലെന്തെങ്കിലും സ്വർണ്ണം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കണക്കൊക്കെ ഉൾപ്പെടെ സേഫ് ലോക്കറിൽ വെക്കുകയും അടുത്ത ദിവസം രാവിലെ അത്തരത്തിൽ തിരിച്ചെടുക്കുകയും അത് ആ സന്നിധാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്ന നിയമം പ്രത്യേകിച്ച് കോടതി ഉത്തരവ് നിലനിൽക്കുമ്പോഴാണ് ഇത് രഹസ്യമായിട്ട് കൊണ്ടുപോയെന്നുള്ളത് കൊണ്ട് തന്നെ ദുരൂഹതയുണ്ട് എന്ന് യാതൊരു സംശയമില്ല. തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ഇത് തിരികെ എത്തിച്ച് അതിന്റെ പരിശോധന നടത്തി ഈ ദുരൂഹതയ്ക്ക് ഉരുക്കഴിക്കണം. അതാരാണോ ഈ നടപടിക്ക് മുന്നിട്ടിറങ്ങിയത് അവരുടെ പേരിൽ കടുത്ത ശിക്ഷ, അവരെ ശബരിമലയിൽ നിന്ന് മാറ്റണം. ഒരു കാരണവശാൽ ശബരിമലയിൽ മാത്രമല്ല, ദേവസ്വം ബോർഡിലോ അല്ലെങ്കിൽ ഇത്തരം ക്ഷേത്രങ്ങളുടെയോ ഉത്തരവാദിത്തത്തിൽ നിന്ന് അത്തരം ആരൊക്കെയാണോ തീരുമാനമെടുത്ത് ഉടനടി അവരെ അതിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് വേണം അന്വേഷണമായാലും ശരി. ഇത്തരത്തിലുള്ള കള്ളന്മാരെ വെച്ചുകൊണ്ട് ഒരിക്കലും ഒരു സുരക്ഷിതമായ ഒരു ക്ഷേത്രം മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ശക്തമായ രീതിയിൽ കോടതി നടപടി ഉണ്ടായതിന്റെ ഭാഗമായിട്ട് ഇനിയും തുടർ അന്വേഷണങ്ങളും അതിന് നടപടി ഉണ്ടാവുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനിയും ഒരിക്കലും സംഭവിക്കാതിരിക്കാനുള്ള ജാഗ്രത എനിക്ക് തോന്നുന്നു ഇനി ഭക്തജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതായിട്ട് വരുന്നു എന്നും കൂടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും ശ്രീ എസ് ജയകുമാർ, ഒന്നുകൂടി താങ്കൾ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ കൃത്യമായ കോടതി നിർദ്ദേശങ്ങൾ നിലവിലുണ്ടായിരുന്നു. പക്ഷേ അത് മറികടന്ന് ഇങ്ങനെ ഒരു കടത്തിന് ധൈര്യപ്പെടുന്നു എങ്കിൽ ഇതൊരു കോടതി അലക്ഷ്യത്തിന് സമാനം എന്ന് വേണ്ടേ നമ്മൾ വിലയിരുത്താൻ? തീർച്ചയായിട്ടും അത് നമ്മൾ കാണുന്നതുണ്ടല്ലോ, ഈ ഭരിക്കുന്ന ഇടതുപക്ഷം നമ്മൾ എത്രയോ കാര്യങ്ങൾ കണ്ടിരിക്കുന്നു. അവർ ഒരു കാരണവശാലും കോടതിയോ നിയമത്തെയോ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെയോ ഭരണഘടനയോ അംഗീകരിക്കാത്തവരാണ് എന്ന് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾ അവരൊക്കെ എത്രയോ വിമർശനമാണ് കോടതിക്ക് നേരെ ഓരോ വിഷയത്തിൽ കൊണ്ട്. അവർക്ക് നേരെ കോടതിയുടെ പരാമർശം ഉണ്ടായാൽ അതല്ലെങ്കിൽ അവരുടെ ആളുകൾ ചെയ്ത കുറ്റങ്ങളുടെ വിഷയത്തിലായാലും ശരി, അവർ കോടാനുകോടി രൂപ മുടക്കി സുപ്രീം കോടതിയിൽ നിന്ന് ഒരു വക്കീലന്മാരെ കൊണ്ടുവന്ന് വാദിക്കുന്നതെല്ലാം നമ്മൾ കണ്ടു. അക്രമികളുടെ കൂട്ടത്തിലാണ്, മോഷണക്കാരുടെ കൂട്ടത്തിലാണ്. ഇന്നിപ്പോ അമ്പലക്കള്ളന്മാരെന്നൊരു പേരും കൂടെ ദേവസ്വം ബോർഡിൽ വന്നിരിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കോടതി ലക്ഷ്യമുണ്ട്, അത് നിരുത്തരവാദ പെരുമാറ്റമുണ്ട്. ഒരു കാരണവശാലും ഇത്തരം ക്ഷേത്ര സംവിധാനങ്ങളെ സുരക്ഷിതമായി സംരക്ഷിക്കാനുള്ള യാതൊരു ഉത്തരവാദിത്വമില്ലാത്ത ആളുകളെയാണ് ദേവസ്വം ബോർഡ് ഏൽപ്പിച്ചിരിക്കുന്നതെന്നും അത് എത്രയും പെട്ടെന്ന് അവരുടെ കടുത്ത നടപടി ഉണ്ടാവും. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു കോടതി ലക്ഷ്യത്തിന്റെ ഒരു കാര്യം കൂടെ ഇതിന് അകത്ത് വരുന്നുണ്ട്. കോടതി അത് തിരികെ എത്തിയതിനു ശേഷം എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും അതിന് പരിശോധനയും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്തുകയും കോടതി ലക്ഷ്യത്തിനുള്ള നടപടിയും അത്തരം ശിക്ഷാമാർഗങ്ങളൊക്കെ നടത്തുകയും ചെയ്യുന്നതന്നെ എൻ്റെ പൂർണ്ണ വിശ്വാസം. എന്തായാലും ഭക്തജനങ്ങളെ സംബന്ധിച്ചോളം ഇത്തരം കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിച്ച് നമ്മൾ കാവൽ നിൽക്കേണ്ട വഴിയാണ്. ഓരോ ക്ഷേത്രങ്ങളും നമ്മൾ കാവൽ നിൽക്കണം. കാരണം ഈ കള്ളന്മാരെ കാവലേൽപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ ഇത്തരമൊരു സർക്കാരാണ്, ഈ ദേവസ്വം ബോർഡാണ് ഇന്ന് ആഗോളതലത്തിലുള്ള അയ്യപ്പന്മാരെ വിളിച്ചുകൂട്ടി പമ്പയിൽ കൂടുന്ന സമ്മേളനം. അപ്പൊ അവിടെ എന്തൊക്കെയായിരിക്കും ഇവർ ചെയ്യാൻ പോകുന്നത്? എന്തെല്ലാം അവർ സാമ്പത്തികമായിട്ട് കൊണ്ടുവരുന്ന ഫണ്ട് ഇന്ന് കോടതി തന്നെ ചോദിച്ചാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? ഇതൊക്കെ എന്ത് രീതിയിൽ ഉപയോഗിക്കുന്നു? ഇതിന്റെ ആവശ്യമുണ്ടോ? ആരാണ് നിങ്ങളെ ചുമതലപ്പെടുത്തിയത്? ഇത്തരം ചോദ്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഇപ്പൊ അതേ സമയത്ത് തന്നെ നമ്മൾ ആലോചിച്ച് നോക്കണം,
അവർക്ക് എത്രത്തോളം ധൈര്യത്തോടുകൂടിയാണ് ചെയ്യുന്നത്. അതേ സമയത്ത് തന്നെയാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇനിയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് മാത്രമാണോ? ഇതിപ്പോ ദേവസ്വം കമ്മീഷൻ ശ്രദ്ധയിൽ വന്നുകൊണ്ട് നമുക്ക് മനസ്സിലായി അദ്ദേഹത്തെ പോലും അറിയിച്ചില്ല. ഇനിയും ഇതുപോലെ അവിടെ സ്വർണ്ണ ഉരുപ്പടികളും മറ്റും അവിടെ ലോക്കറിലും മറ്റും ഉണ്ട്. ഇതിപ്പോ പുറമേ കാണുന്നതായതുകൊണ്ടാണ് പെട്ടെന്ന് മനസ്സിലാക്കിയത്. അതുകൊണ്ട് എന്റെ അഭിപ്രായം ഈ സംഭവത്തെ തുടർന്ന് ദേവസ്വം ബോർഡിന്റെ എല്ലാ ക്ഷേത്രങ്ങളിലുമുള്ള ഉരുപ്പടികൾ, സ്വർണമായാലും ശരി ഏത് ദ്രവ്യങ്ങളായാലും ശരി, അതിനെ മൊത്തം കണക്കെടുത്ത് പരിശോധിച്ച് അത് സർക്കാരിന്റെ കേരള സർക്കാരല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, കേന്ദ്ര സർക്കാർ നേരത്തെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത്തരം പ്രത്യേകിച്ച് സ്വർണത്തിന്റെ വിഷയത്തിൽ 535 കിലോഗ്രാം സ്വർണം ഈ ദേവസ്വം ബോർഡിന്റെ കയ്യിൽ ഇരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് സുരക്ഷിതമായിട്ട് എത്രയും പെട്ടെന്ന് റിസർവ് ബാങ്കിന്റെ ഒരു അനുമതിയോടുകൂടി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഒരു സംവിധാനമുണ്ട്. അത് ഭാരത സർക്കാരും നേരത്തെ പറഞ്ഞ സംവിധാനമാണ്. അവിടെ സൂക്ഷിക്കാം. അത് സൂക്ഷിച്ചാൽ സുരക്ഷിതമായിരിക്കും. അവിടെ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ഇത്തരത്തിലിരിക്കുന്ന എല്ലാ സ്വർണ്ണ ഉരുപ്പടികളും, വിലപിടിച്ച എല്ലാ സാധനങ്ങളും ഇത്തരം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലോക്കർ നിക്ഷേപിക്കുകയും അതിന് വേണ്ട ഉത്തരവാദിത്തങ്ങളെല്ലാം അതായത് ഏതൊക്കെ സാമഗ്രികളുണ്ടോ കണക്കെടുക്കുകയും അത് എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ ഉടൻ തന്നെ അവരുടെ പേര് നടപടി എടുക്കുകയും ചെയ്യണം. കാരണം ഇതോടുകൂടി പൂർണ്ണമായിട്ടും നമ്മുടെ ദേവസ്വം ബോർഡിന്റെ ഈ സർക്കാരിന്റെയും വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. വളരെയധികം നന്ദി ശ്രീ എസ് ജയകുമാർ പ്രതികരിച്ചതിന്.